Fine crafted traditional collections. Siren 3 by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലി അർബൻ സഹകരണ സംഘം തട്ടിപ്പിൽ പണം തിരികെ കിട്ടാതെ വലഞ്ഞ് നിക്ഷേപകർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകരണ സംഘം സംരക്ഷണ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 6-ന് അന്ന് സംഘം പ്രസിഡന്റായിരുന്ന PT പോളിന്റെ മരണത്തിന് ശേഷമാണ് അർബൻ സഹകരണ സംഘത്തിൽ നടന്നുവന്നിരുന്ന കോടികളുടെ തട്ടിപ്പ് പുറം ലോകം അറിയുന്നത്. രേഖകളില്ലാതെ വായ്പകൾ നൽകിയും സംഘവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരുടെ പേരിൽ കോടികൾ ലോണെടുത്തും സഹകരണ പ്രസ്ഥാനങ്ങളെ നാണം കെടുത്തുന്ന തട്ടിപ്പാണ് അർബൻ സഹകരണ സംഘത്തിൽ വർഷങ്ങളായി നടന്നു വന്നിരുന്നത് എന്ന് പിന്നീട് വ്യക്തമായി. വൻ തുക നിക്ഷേപിച്ചവർക്ക് ചില്ലിക്കാശ് പോലും ലഭിക്കാതെ വന്നതോടെ നിരവധി സമരങ്ങളും നടന്നു. നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നും തട്ടിപ്പു നടത്തിയവരെ പിടികൂടി ശിക്ഷിക്കണമെന്നും കോടികൾ വായ്പയെടുത്ത് മുങ്ങി നടക്കുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അടക്കമുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സഹകരണ സംഘം സംരക്ഷണ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് MA ബ്രഹ്മരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരബദ്ധം ആർക്കും പറ്റുമെന്നുള്ള സ്വാഭാവികമാണ്. ആ ഒരബദ്ധം പറ്റിയതിനു ശേഷം വീണ്ടും ഇടതുപക്ഷം ഉണ്ടാക്കിയ ഒരു കർമ്മസമിതിയിൽ പോയി അംഗങ്ങളായി രണ്ടാമതും അബദ്ധം പറ്റിയില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം മാത്രമേ ഇവരോടുള്ളൂ. സാധാരണ ചോറുണ്ണുന്ന ഒരു സാധാരണക്കാർക്ക് അറിയാൻ സാധിക്കും, ഒരു ദുരൂഹ മരണം ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റണമെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു ഹാർട്ട് അറ്റാക്ക് ആക്കി മാറിയത്? അതിന് ആരോഗ്യമന്ത്രിയെ സ്വാധീനിച്ചത് ആരാണ്? ഇതിന്റെ ഉപദേശകരാരാണ്? ഇതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി വലിയ PhD LLB ഒന്നും ആവശ്യമില്ല. സാധാരണ മൂക്ക് കീഴ്പോട്ടുള്ള ഏത് സാധാരണക്കാരനും മനസ്സിലാവും അർബൻ ബാങ്കിൽ നടന്നത് എന്താണെന്നും അതിന് കൂട്ടുന്നത് ആരാണെന്നൊക്കെ മനസ്സിലാവും. എന്നിട്ട് അവർ തന്നെ ഉണ്ടാക്കിയ ഒരു ആക്ഷൻ കൗൺസിലിൽ പോയി ഉണ്ടാക്കുകയും അതിന് പിന്നാലെ സമരം ചെയ്യുകയും ആ ഇടതുപക്ഷത്തിന്റെ ആക്ഷൻ കൗൺസിൽ പ്രസംഗിച്ച പലരും കറുകുറ്റിയിലെയും പാറക്കടവിലെയും സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് രേഖകളില്ലാതെ ലോൺ അടക്കാനുള്ളവരാണ്. നിങ്ങൾ വേണമെങ്കിൽ അന്ന് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷത്തിൽ നിങ്ങളൊക്കെ ഉണ്ടായി ആ സമരത്തില്. ആ സമരത്തിൽ പ്രസംഗിച്ച അങ്കമാലിയിലെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ പേരുമായി നിങ്ങൾ കറുകുറ്റി പാറക്കടവ് സർവീസ് സഹകരണ ബാങ്കിൽ ചെല്ലുക. ഇവരൊക്കെ എത്ര ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട്? അത് നിയമപരമായിട്ടല്ലേ, പാടം വെച്ചിട്ടാണോ, വേറൊരാളുടെ ഭൂമി വെച്ചിട്ടാണോ, അതിന് തിരിച്ചടവിട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ഇതിന്റെ സഹകാരികളൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. വീണ്ടും അബദ്ധം പറ്റുന്നത് ഒരു മനുഷ്യന് ഭൂഷണമല്ല, അത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകാം, കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ്, എത്ര കോടി രൂപയുടെ തട്ടിപ്പ്, ക്യാഷ് പലരും കൊണ്ടുപോയി, അതിന്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾക്കറിയാം. ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോ അങ്കമാലിയിലെ കോൺഗ്രസുകാരും CPMകാരും ആദ്യം ആലോചിച്ചത് BJP രംഗത്ത് വരരുതെന്ന് തന്നെയാണ്. അതിൽ സഹകാരികളെ സംഘടിപ്പിച്ച് BJPയിലേക്ക് പോവാതെ ഈ വിഷയം ഒറ്റക്കെട്ടാക്കി നിർത്തുന്നതിൽ ഇവിടുത്തെ ഇടതുപക്ഷം വിജയിച്ചു എന്ന കാര്യത്തിൽ ഞാൻ തർക്കമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ സഹകാരികൾ വീണ്ടും വഞ്ചിക്കപ്പെടുകയാണ്. വീണ്ടും വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഒരബദ്ധം ആർക്കും പറ്റാം. ഒരു കാര്യം ഞങ്ങൾ പറയാം, കേന്ദ്രം ഭരിക്കുന്ന ഒരു കക്ഷിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ ED അന്വേഷണം വന്നാൽ കുറെ സാമ്പത്തിക തട്ടിപ്പൂടെ കണ്ടുപിടിക്കും. കുറെ പേര് വന്ന പണത്തിന് കണക്കുണ്ടാക്കണം. അപ്പൊ വീണ്ടും നിങ്ങൾ വലിയ വിഗ്രഹങ്ങളായി കാണുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴേണ്ട സാഹചര്യം അങ്കമാലിയിൽ ഉണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രബലമായ 2 രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാർ വീണ്ടും നിങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോറം പ്രസിഡന്റ് PA തോമസ് അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരികളും അങ്കമാലി നഗരസഭാ കൗൺസിലർമാരുമായ AV രഘു, സന്ദീപ് ശങ്കർ, സെക്രട്ടറി ഷാജു വർഗീസ്, BJP അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് N മനോജ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.